Dear students, welcome to 10th Standard English class. This is the last lesson of the third unit. മൂന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം The Danger of a Single Story by Zian Edishi, a Nigerian writer. ഇതൊരു പ്രഭാഷണമാണ്, a speech by a Nigerian novelist, Zian Edishi, a woman writer. Nigeria, an African country. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ പ്രശസ്തയായ നോവലിസ്റ്റ് സിയൻ എഡീഷി അവരുടെ ഭൂതകാലത്തിലെ ചില അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗരൂപത്തിൽ, പ്രത്യേകിച്ചും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, തെറ്റിദ്ധാരണകൾ, നാം ചില വ്യക്തികളെ കാണുമ്പോൾ, ചില വസ്തുക്കൾ കാണുമ്പോൾ നാം സ്വയം ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾ, ആ എവാലുവേഷൻ, ആ വിലയിരുത്തൽ ഓർ ദാറ്റ് അനാലിസിസ്, ആ വിശകലനം ശരിയായിരിക്കില്ല പലപ്പോഴും. നോയിങ് ദെൻ റിയലൈസിങ്, അറിയുക, അറിഞ്ഞതിന് ശേഷം വിലയിരുത്തുക. സോ ദിസ് ഈസ് എ മോട്ടിവേഷണൽ ക്ലാസ്. ഇത് നമുക്ക് ഊർജം പകരുന്ന, തെറ്റ് തിരുത്താൻ ഉപകരിക്കുന്ന ഒരു പ്രഭാഷണമാണ്. ലെറ്റ് us start. The danger of a single story. I am a storyteller. ഞാൻ കഥ പറയുന്ന ആളാണ്. Who? Edishi, the African writer, the novelist. She is a storyteller. She says, അവർ പറയാണ്, ഞാൻ കഥ പറയുന്ന വ്യക്തിയാണ്, കഥാകാരിയാണ്. And I would like to tell you a few personal stories about what I like to call the danger of a single story. ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്നെക്കുറിച്ചാണ്, എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളെക്കുറിച്ചാണ്. മാത്രവുമല്ല, ചില വശം മാത്രം കണ്ടിട്ട് ചില വ്യക്തികളെ വ്യാഖ്യാനിക്കുമ്പോൾ, ചില വസ്തുതകളെ വ്യാഖ്യാനിക്കുമ്പോൾ അത് അപകടകരമാണ്. അപകടകരമായ അവസ്ഥയിലേക്കാണ് അത് നയിക്കുക. ആ ആശയമാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒറ്റക്കഥ എന്നർത്ഥമല്ല ഇവിടെ. അല്പം മാത്രം അറിയുക, അല്പം മാത്രം അറിഞ്ഞിട്ട്, നോയിങ് ലിറ്റിൽ, നോട്ട് നോയിങ് ദ ഫുൾ സ്റ്റോറി, കഥ മുഴുവൻ അറിയാതെ, നോയിങ് എ പാർട്ട്, ഒരു ഭാഗം മാത്രം അറിഞ്ഞിട്ട് ആ അറിവ് വെച്ച് ആ വ്യക്തിയെ നാം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അത് തെറ്റാണ്. നോ, ഫുള്ളി ഫസ്റ്റ്, ആദ്യം മുഴുവനായി അറിയാൻ ശ്രമിക്കുക. ദെൻ റിയലൈസിങ്, അങ്ങനെ അറിഞ്ഞതിന് ശേഷം ദെൻ ഓൺലി ഡിഫൈൻ ഇറ്റ്, അതിന് ശേഷം മാത്രം അതിനെ വ്യാഖ്യാനിക്കുക, നിർവചിക്കുക. ഇതാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അഥവാ അല്പം മാത്രം അറിയുന്നവൻ വരുത്തുന്ന അപകടം, അല്പജ്ഞാനി വരുത്തുന്ന അപകടം, അതാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. നോക്കൂ, I grew up on a university campus. ഞാൻ ഒരു സർവകലാശാല ക്യാമ്പസിലാണ്, അതിൻ്റെ ആ പരിസര പ്രദേശത്താണ്, ആ ഗ്രൗണ്ടിലാണ് വളർന്നത്. ഇൻ ഈസ്റ്റേൺ നൈജീരിയ, കിഴക്കൻ നൈജീരിയയിൽ. മൈ മദർ സേസ് ദാറ്റ്, എൻ്റെ അമ്മ പറയാറുണ്ട്, ഐ സ്റ്റാർട്ടഡ് റീഡിങ്, ഞാൻ വായന ആരംഭിച്ചത് അറ്റ് ദ ഏജ് ഓഫ് 2. യെസ്, Adishi, the little girl, began to read when she was only 2 years old. Her mother says, അമ്മ പറയാറുണ്ട്, ഞാൻ
എന്ന കുട്ടി, അഡിഷിപ്പ് എന്ന കുട്ടി വായന ആരംഭിച്ചത് 2 വയസ്സ് മുതൽക്കാണെന്ന്, അത്ര ചെറുപ്പം മുതൽക്ക് ആരംഭിച്ചു എന്ന്. മൈ മദർ സേസ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് അറ്റ് ദ ഏജ് ഓഫ് 2, ഓൾദോ ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻഡ് വെൻ ഐ വാസ് 4. പക്ഷേ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്, വായിച്ചു തുടങ്ങിയത് ഇൻ ദ സെക്കൻഡ് ഏജ്, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി തുടങ്ങിയത് ഡ്യൂറിങ് ദ 4th ഏജ്. 4 വയസ്സൊക്കെ ആയപ്പോഴാണ് വായിക്കുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യം വന്നു തുടങ്ങിയത്. നോക്കൂ, സോ ഐ വാസ് എൻ ഏർലി റീഡർ. അങ്ങനെ പറയുമ്പോൾ ഞാൻ കാലേ കൂട്ടി വായന ആരംഭിച്ച ഒരു വ്യക്തിയാണ്. ആൻഡ് വാട്ട് ഐ റെഡ് വർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. ഇനി ഷി വാസ് എ നൈജീരിയൻ ഗേൾ, ഷി വാസ് എ ബ്ലാക്ക് ആഫ്രിക്കൻ ഗേൾ. അവൾ കറുത്ത വർഗക്കാരിയായൊരു കുട്ടിയാണ്, അവൾ ആഫ്രിക്കക്കാരിയാണ്, ആഫ്രിക്കയിലെ നൈജീരിയൻ രാജ്യത്തിൽ ജനിച്ചവളാണ്. ഷീ ബിലോങ്സ് ടു നൈജീരിയ, ഷീ ഈസ് എ നൈജീരിയൻ ഗേൾ, ബട്ട് ഷീ റെഡ്. എന്നാൽ നൈജീരിയക്കാരിയായ ആ കുട്ടി വായിച്ചതത്രയും നോട്ട് ഓഫ് നൈജീരിയൻ സ്റ്റോറീസ്, നൈജീരിയൻ കഥകളല്ല, നോട്ട് നൈജീരിയൻ ലിറ്ററേച്ചർ ഓർ നോട്ട് ആഫ്രിക്കൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ സാഹിത്യമല്ല, നൈജീരിയൻ കഥകളല്ല, ബട്ട് ഓഫ് അമേരിക്ക ആൻഡ് ബ്രിട്ടൻ, ഇംഗ്ലീഷ് കഥകളാണ്. ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഇംഗ്ലീഷ് ലിറ്റററി പേഴ്സൺസ് എഴുതിയ, ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരെഴുതിയ കഥകളാണ്. നെക്സ്റ്റ് പാര. ഐ വാസ് ഓൾസോ എൻ ഏർലി റൈറ്റർ. She was an early reader, and a reader becomes a writer or a speaker. ആദ്യകാലം വായന ആരംഭിച്ച കുട്ടി ആദ്യകാലം തന്നെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ എഴുത്തും തുടങ്ങി. എ ഗുഡ് റീഡർ ബിക്കംസ് എ ഗുഡ് റൈറ്റർ ഓർ ബിക്കംസ് എ ഗുഡ് സ്പീക്കർ. നല്ല പ്രസംഗക്കാരൻ, പ്രാസംഗികൻ, നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ നല്ല എഴുത്തുകാരി ജനിക്കുന്നത്, ആവിർഭവിക്കുന്നത് നല്ല വായനയിൽ നിന്നാണ്. അതുകൊണ്ട് ഐ വാസ് ഓൾസോ എൻ ഏർലി റൈറ്റർ. ഞാൻ ആദ്യകാലം തന്നെ എഴുത്തും ആരംഭിച്ചു കുട്ടിക്കാലം മുതൽക്ക്. ആൻഡ് വെൻ ഐ ബിഗാൻ ടു റൈറ്റ്, ഞാൻ എഴുതാൻ ആരംഭിച്ചപ്പോൾ അറ്റ് അബൌട്ട് ദ ഏജ് ഓഫ് 7, 7 വയസ്സിൽ. അപ്പോഴും നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. വെൻ ഷി വാസ് ഓൺലി 2 ഷി ബിഗാൻ ടു റീഡ്. And when she was 4, she began to understand. And when she was 7, she began to write. 2 വയസ്സിൽ വായന തുടങ്ങി, 4 വയസ്സിൽ മനസ്സിലാക്കി തുടങ്ങി, 7 വയസ്സിൽ ആ കുഞ്ഞു കുട്ടി എഴുത്തും തുടങ്ങി. Who? Sian Adichie, the Nigerian girl, African girl. And the story is in pencil with crayon illustrations. എങ്ങനത്തെ കഥകളാണ്? കുട്ടിക്കഥകൾ. ക്രയോൺസ്, പെൻസിലിൽ എഴുതിയ എൻ്റെ കഥകൾ, ചോക്ക് കൊണ്ട്, ക്രയോൺ കൊണ്ട് അല്ലെങ്കിൽ കളർ പെൻസിൽ കൊണ്ട്, ചായം കൊണ്ട് വരച്ച ചെറുചിത്രങ്ങളും. നോക്കൂ, സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ, ചായ പെൻസിലാണ്. ഇല്ലുസ്ട്രേഷൻസ് രൂപരേഖകൾ, പിക്ചറൈസേഷൻസ് ചിത്രീകരണം. ഇല്ലുസ്ട്രേഷൻ മീൻസ് പിക്ചറൈസേഷൻ. ചിത്രീകരണം. അതിൽ ക്രയോൺസ് കൊണ്ടുള്ള ഇല്ലുസ്ട്രേഷൻസും ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. ഇനി ആരാണ് ഈ കഥയുടെ വായനക്കാരി? എഴുത്തുകാരി 7 വയസ്സുകാരിയ സീൻ അഡീഷിയാണ്. ഹു ഈസ് ദ റീഡർ? മൈ മദർ, എൻ്റെ അമ്മ. ഷീ ഒബ്ലിഗേറ്റഡ്, ഒബ്ലിഗേഷൻ മീൻസ് കടപ്പാട് ഓർ കമ്മിറ്റ്മെൻറ്റ്. ഞാൻ എഴുതുന്നത് അമ്മ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. ആ ബഹളം, ആ അടിപിടി,
ആ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അമ്മ വായിക്കും. അതിന് അമ്മ കടപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഹെർ ഡോട്ടേഴ്സ് ക്രിയേഷൻസ്. മകളുടെ സൃഷ്ടിയാണ്, അതിനമ്മ വായിച്ചേ പറ്റുള്ളൂ. ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. എൻ്റെ അമ്മ നിർബന്ധിതയായി, ഇവിടെ ഒബ്ലിഗേറ്റമ്മയ്ക്ക് കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ കമ്പൽഡ് എന്നർത്ഥവും കൊടുക്കാം. കമ്പൽഡ്, COMPELLED. അമ്മ നിർബന്ധിതയായിരുന്നത് വായിക്കാൻ. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. എത്തരം കഥകളാണ് എഴുതിയത്, എത്തരം കഥകളാണോ അഡീഷി എന്ന കൊച്ചുകുട്ടി വായിച്ചത്, അത്തരം കഥകളാണ് എഴുതിയത്. യു നോ, അഡീഷി വാസ് എൻ ആഫ്രിക്കൻ ഗേൾ, ബട്ട് ഷീ കുഡിൻറ്റ് ഗെറ്റ് ആഫ്രിക്കൻ ബുക്സ്. ആഫ്രിക്കൻ ബുക്സ് ഇല്ല, ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഇല്ല, ആഫ്രിക്കൻ ലിറ്റററി പേഴ്സൺസ് ഇല്ല. സോ ഷീ റെഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് യൂറോപ്യൻ ലിറ്ററേച്ചർ. അതുകൊണ്ട് അവൾ എഴുതിയത്, അതിലെ കഥാപാത്രങ്ങൾ ആഫ്രിക്കക്കാർ ആയിരുന്നില്ല. അക്കാരണത്താൽ അവളുടെ കൊച്ചുകുട്ടിയുടെ അഡീഷയുടെ എഴുത്ത് ആരാലും വായിക്കപ്പെട്ടില്ല, ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് അമ്മ അത് വായിക്കേണ്ടി വന്നത്, അമ്മ മാത്രം വായിച്ചതും. ഓൾ മൈ ക്യാരക്ടേഴ്സ് വേർ, കണ്ടോ, വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. ഞാൻ വായിക്കുന്ന തരത്തിലുള്ള കഥകളാണ് ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ എൻ്റെ നാട്ടിലെ പെൺകുട്ടികളെപ്പോലെ ആൺകുട്ടികളെപ്പോലെ കറുത്ത തൊലിയുള്ളവരോ കറുത്ത കണ്ണുള്ളവരോ അല്ലെങ്കിൽ ചുരുണ്ട മുടിയുള്ളവരോ ആയിരുന്നില്ല. നേരെമറിച്ച് ഞാനെന്ന കറുത്ത വർഗക്കാരിയുടെ കഥാപാത്രങ്ങൾ വെളുത്തവരായിരുന്നു, വെള്ളക്കാരായിരുന്നു, വെളുത്ത കുട്ടികളായിരുന്നു, നീളൻ മുടിയുള്ള, കോലൻ മുടിയുള്ള, നീലക്കണ്ണുള്ള, വെള്ളിക്കണ്ണുള്ള, വെളുത്ത തൊലിയുള്ള കഥാപാത്രങ്ങൾ. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. യെസ്, മൈ ക്യാരക്ടേഴ്സ് were white and blue-eyed. They played snow, they ate apples, and they talked a lot about the weather. നോക്കൂ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആഫ്രിക്കയിൽ ജനിച്ച അഡീഷി ആഫ്രിക്കക്കാരെ കുറിച്ചാണ് എഴുതേണ്ടത്, കറുത്ത വർഗക്കാരെ കുറിച്ചാണ് എഴുതേണ്ടത്. ദ ക്യാരക്ടേഴ്സ് മസ്റ്റ് ബി ബ്ലാക്ക്. കറുത്ത വർഗക്കാർ അവരായിരിക്കണം കഥാപാത്രങ്ങൾ. എങ്കിലേ കറുത്ത വർഗക്കാരായ മറ്റുള്ളവർ വായിക്കുള്ളൂ. ഇവിടെ ഷീ റെഡ് British books and American books, and the characters she saw were British people and American people, that means white people. So her characters were as if the characters of European books. അതുകൊണ്ട് അഡീഷയുടെ കഥാപാത്രങ്ങളും യൂറോപ്യൻ കഥാപാത്രങ്ങളെപ്പോലെ പൂച്ചക്കണ്ണുള്ള, വെള്ളിക്കണ്ണുള്ള, കോലൻ മുടിയുള്ള, സ്വർണ്ണമുടിയുള്ള, വെള്ളത്തൊലിയുള്ള കുട്ടികളായിരുന്നു. അവർ കഴിച്ചത് നൈജീരിയൻ വർഗക്കാർ കഴിക്കുന്നത് പോലെ നൈജീരിയ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉള്ളത് ആയതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ ഉഷ്ണമേഖലാ പ്രദേശത്ത് ആയതുകൊണ്ട് അല്ലെങ്കിൽ ശീതോഷ്ണ മേഖലയിൽ പെടുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മുടെ കേരളത്തിലെ പോലെ ചക്ക, മാങ്ങ ഇത്യാദികളാണ്. അതാണ് നൈജീരിയക്കാരുടെ ഫലങ്ങൾ, കപ്പ മാതിരിയുള്ള ഭക്ഷണ വസ്തുക്കൾ. ബട്ട് അബൌട്ട് ബ്രിട്ടീഷ് പീപ്പിൾ, ദെയർ ഫ്രൂട്ട്സ്, അവർ കഴിക്കുന്നത്, അവിടെ വിളയുന്നത്, തണുപ്പിലുണ്ടാകുന്നത് ആപ്പിൾ മാതിരിയുള്ള ഫ്രൂട്ട്സാണ്. അവർ കഴിക്കുന്നത് ബ്രെഡ് പോലുള്ള, ബട്ടർ പോലുള്ള ഭക്ഷണമാണ്. നാം കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരി പോലുള്ള, കപ്പ പോലുള്ള
നേന്ത്രക്കായ പോലുള്ള ചേന പോലുള്ള വസ്തുക്കളാണ്. സോ ദിസ് ഡിഫറൻസ്, ഈ വ്യത്യാസം, ഇത് എൻ്റെ കഥകളെ സാരമായി ബാധിച്ചു. അതുകൊണ്ട് ആ കുട്ടികൾ കളിക്കുന്നു. യു സി, ഇന്ത്യൻ ഓർ കേരളൈറ്റ് ചിൽഡ്രൻ പ്ലേ ഇൻ സോയിൽ അണ്ടർ റെയിൻ, അണ്ടർ സൺ. അവർ വെയിൽ കൊണ്ടും മഴ കൊണ്ടുമാണ്. എന്നാൽ യൂറോപ്യൻ കുട്ടികളാകട്ടെ 90% ഓഫ് ദ സീസൺസ് കം അണ്ടർ സ്നോഫോളിംഗ് സീസൺ. 90% മഞ്ഞു പെയ്യുന്ന കാലമാണ്. അവർ മഞ്ഞുപാളികളിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടി കഥയെഴുതുമ്പോൾ മഞ്ഞുപാളികളിൽ കളിക്കുന്ന, ആപ്പിൾ കഴിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ജീവിതം നയിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് എഴുതിയാൽ ഇവിടെ ആരും വായിക്കും? That is what happened in the case of Adishi also. They ate apples. They ate apples. അവർ ആപ്പിൾ കഴിച്ചു. They ate apples. അവർ ആപ്പിൾ കഴിച്ചു. And they talked a lot about the weather. നമ്മളാരും കാലാവസ്ഥയെപ്പറ്റി സംസാരിക്കാറില്ല. But they talk about weather. എന്തുകൊണ്ട്? They can't go out. അവർ സണ്ണി ഡേയ്സ് ആയെങ്കിൽ, സൂര്യപ്രകാശമുള്ള ദിവസമായെങ്കിലേ പുറത്തു പോകാൻ കഴിയുള്ളൂ. സോ ദേ എക്സ്പെക്റ്റ് ദാറ്റ് ആൻഡ് സേ, സോ ദേ വെയിറ്റ് ഫോർ ദാറ്റ്. അവർ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. ദേ ടോക്ക് അബൌട്ട് സണ്ണി ഡേയ്സ്. അവർ സൂര്യപ്രകാശമുള്ള ദിവസങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതാണ് അഡീഷയുടെ കഥാപാത്രങ്ങളും ചെയ്തത്. മഞ്ഞിൽ കളിക്കുന്ന, ആപ്പിൾ കഴിക്കുന്ന, കാലാവസ്ഥയെപ്പറ്റി സംസാരിക്കുന്ന കുട്ടികൾ. സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദി കൾച്ചർ ഓഫ് നൈജീരിയ. നൈജീരിയൻ കുട്ടി എഴുതുമ്പോൾ ഇതൊന്നും എഴുതുക സാധാരണമല്ല. എ ലോട്ട് അബൌട്ട് ദി വെദർ, ഹൗ ലവ്ലി ഇറ്റ് വാസ്, ദ സൺ ഹാഡ് കം ഔട്ട്. അവർ പറയുന്നു, ഹായ്, സൂര്യൻ ഉദിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നമ്മളങ്ങനെ പറയുമോ? എങ്കിലും ആഫ്രിക്കക്കാരും അങ്ങനെ പറയില്ല. ബിക്കോസ് വി ദ ഇന്ത്യൻസ് ആൻഡ് ദ ആഫ്രിക്കൻസ് കം അണ്ടർ സെയിം അറ്റ്മോസ്ഫിയർ. നമ്മളൊക്കെ ഏകദേശം ഒരേ അന്തരീക്ഷത്തിൽ വളരുന്നവരാണ്. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ. പക്ഷേ ഞാൻ ഒരിക്കലും നൈജീരിയയ്ക്ക് പുറത്ത് പോയിട്ടില്ല. ഷീ കുഡൻറ്റ് സീ ദ ഔട്ട്സൈഡ് വേൾഡ്. ഇഫ് ഷീ കുഡ് സീ ദ European countries, she could realize, she could understand the difference of snow-falling countries and the sunny, totally hot cultured states or places. തികച്ചും സൂര്യപ്രകാശമുള്ള ആ ജീവിതമുള്ള ആ അന്തരീക്ഷമുള്ള സ്ഥലമാണ് നൈജീരിയ. അതാണ് ഇന്ത്യ, അതാണ് ശ്രീലങ്ക. ആ ദിശയിൽ വരുന്ന രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അവൾ നൈജീരിയയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ആൻഡ് ഷീ റെഡ് ദാറ്റ് അമേരിക്കൻ ബുക്സ്, ഷീ റെഡ് ദോസ് ബ്രിട്ടീഷ് ബുക്സ്. സോ ഷീ കുഡ് സീ ദ ക്യാരക്ടേഴ്സ് ദാറ്റ് ബ്രിട്ടീഷ് പീപ്പിൾ and the Americans, they belong to white group. So she wrote about white group. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരെയായ ആ പെൺകുട്ടി വെള്ളക്കാരെ കുറിച്ച് എഴുതിയാൽ ആരാണ് അവളുടെ കഥ വായിക്കുക? വെള്ളക്കാരും വായിക്കില്ല, കറുത്തവരും വായിക്കില്ല. I had never been outside Nigeria. We didn't have snow. We ate mangoes. കണ്ടില്ലേ? ഞങ്ങൾ നൈജീരിയക്കാർ മാങ്ങ കഴിക്കുന്നവരാണ്, നോട്ട് ആപ്പിൾ ലൈക്ക് എസ്. നമ്മളെപ്പോലെ നമ്മളാരും ഡെയിലി ആപ്പിൾ കഴിക്കുന്നവരല്ല. എന്നാൽ മാങ്ങാക്കാലമായാൽ വെറുതെ കിട്ടുന്നത് കൊണ്ടും പറമ്പിലുള്ളത് കൊണ്ടും വി ടേക്ക് 1 or 2 or 3 or 4 ഡെയിലി. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ കേരളക്കാരിയായ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു പെൺകുട്ടി ആപ്പിൾ കഴിക്കുന്ന കഥ എഴുതിയാൽ ആരിഷ്ടപ്പെടും? അതുകൊണ്ട് I ate mangoes and we never talked about the weather. ഞാൻ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാറില്ല. നോ നീഡ് ഓഫ് ഇറ്റ്. അതിൻ്റെ അവസ്ഥയില്ല, ആവശ്യമില്ല. അതുകൊണ്ട് ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. കണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. സോ ദിസ് പാർട്ട് സേസ് അബൌട്ട് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി.
ഞാൻ ആഫ്രിക്കക്കാരെ പറ്റിയും മനസ്സിലാക്കിയില്ല, ഞാൻ ബ്രിട്ടീഷുകാരെ പറ്റിയും മനസ്സിലാക്കിയില്ല എൻ്റെ കുട്ടിക്കാലത്ത്. I grew and was born in Africa, in Nigeria, but I read British books and I began to write when I was only 7 years old, and I wrote little stories with pencils and illustrations with crayons, and my characters were blue-eyed boys and girls and white-colored boys and girls, and the characters, those who were eating apple, the characters, those who are playing in snow, മഞ്ഞിൽ കളിക്കുന്ന, ആപ്പിൾ കഴിക്കുന്ന, വെളുത്ത നിറമുള്ള, വെള്ള കണ്ണുള്ള കുട്ടികളെക്കുറിച്ചാണ് ഞാൻ കഥ എഴുതിയത്. ബട്ട് മൈ കൺട്രി നൈജീരിയ, ഇറ്റ് ബിലോങ്സ് ടു ഇക്വാറ്റർ ഏരിയ, ഭൂമധ്യരേഖാ പ്രദേശത്താണ്. That heavy sun, heat, ചൂട്, കടുത്ത ചൂട്. So we are black people, ഞങ്ങൾ കറുത്തവരാണ്. And we eat mangoes, or we eat jackfruit, or we eat tapioca. ഞങ്ങൾ കഴിക്കുന്നത് കപ്പ, ടാപ്പിയോക്ക, ചക്ക, ജാക്ക്ഫ്രൂട്ട്, മാങ്ങ, mangoes. But I wrote about white characters eating apples, playing in snow. That was the fault. That was the danger of a single story. എനിക്ക് വെള്ളക്കാരെ പറ്റി അല്പം മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ആ അല്പം വച്ചാണ് ഞാൻ എഴുതിയത്. ഞാൻ അല്പജ്ഞാനിയായിരുന്നു. എനിക്ക് കറുത്തവരെക്കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു. അവരെക്കുറിച്ചും അല്പം മാത്രമേ അറിയുള്ളൂ. ആ അല്പജ്ഞാനം വെച്ച് ഞാൻ എഴുതിയപ്പോൾ എവരിതിങ് ബിക്കെയിം ടോട്ടലി ഇൻകറക്റ്റ്. എല്ലാം തെറ്റായിപ്പോയി. നോബഡി റെഡ് ഇറ്റ്, ആരും വായിച്ചില്ല. ഇറ്റ് വാസ് ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഹിയർ എൻഡ്സ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് the dangers of a single story. Then continue it in the second part. Okay?